ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒന്നും ഇടാത്ത. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ വീഡിയോ ഇടാൻ വിചാരിച്ച്. അങ്ങനെ പെരുന്നാളിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ അപ്പം തന്നെയല്ല അതിന് പ്രധാനമല്ല. അങ്ങനെ കുറച്ച് പെരുന്നാളിൻ്റെ അപ്പം ചുട്ടിട്ടുണ്ടായിന്. എന്തിപ്പോൾ സൊറോട്ട, പിന്നെ കടലപ്പോ, അങ്ങനത്തെ അപ്പലും ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ചുടാനുണ്ടായിന്. അതെല്ലാം ചുട്ടിട്ടായി. പിന്നെ നമുക്ക് ഇത് കുറച്ച് പർച്ചേസ് എല്ലാം ബാക്കിയുണ്ടായിന്. പെരുന്നാളെങ്കിലും പിന്നെ എല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഡ്രസ്സെല്ലാം വാങ്ങുമ്പോഴെല്ലാം കുറേ എല്ലാം പർച്ചേസ് എല്ലാം കുറച്ചെല്ലാം ആയിന്. ഡ്രസ്സ് വാങ്ങുമ്പോൾ തന്നെ പിന്നെ കുറച്ച് എവിടെയെങ്കിലും ഒന്നെല്ലാം ബാക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ക്ലിപ്പാ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ അങ്ങനെ നമ്മൾ കുറച്ച് ബാക്കി ഉണ്ടായിന്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവിടെ വാങ്ങാൻ പോയിട്ടുണ്ടായിന്. പിന്നെ പിള്ളേർക്ക് ബെഡിയെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ അത് വാങ്ങാനും പിന്നെ എല്ലാമായിട്ട് ഞാൻ ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിന്. അങ്ങനെ ഫാൻസിയിൽ നിന്ന് പോയിട്ട് എല്ലാം വാങ്ങിയിട്ട് വന്ന് ബെഡിയെല്ലാം കൊണ്ടുവന്ന് പിള്ളേരെല്ലാം പൊട്ടിച്ച്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ആകുമ്പോഴേക്ക് ഇതന്നെ അറിവെല്ലാം പിന്നെ ബെഡി വേണോ ആക്കിയിട്ട് അങ്ങനെ പിള്ളേരെ ബെഡിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെല്ലാം റോട്ടിലെല്ലാം വന്നിട്ടെല്ലാം പൊട്ടിക്കുന്നതെല്ലാം ഉണ്ട്. ഭയങ്കര പൊത്സായിന് കുറേ പെരുന്നാൾ. അങ്ങനെ പൊട്ടിച്ചിട്ടായിട്ട് പിന്നെ മൈലാഞ്ചി ആക്കണ്ടേ പെരുന്നാൾക്ക്. പിന്നെ മൈലാഞ്ചി തന്നെയല്ലേ മെയിൻ. അങ്ങനെ കുറച്ച് മൈലാഞ്ചിയെല്ലാം വെച്ചിട്ടായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ പിന്നെ പെരുന്നാൾ രാവിലെ തന്നെ എണീച്ചിന്. പിള്ളേരെല്ലാം എണീച്ചിട്ട് തന്നെ തുടങ്ങി ഞങ്ങൾക്ക് ഡ്രസ്സ് ഇടണമെന്ന് പറയാൻ. പിന്നെ പിള്ളേർക്ക് ഡ്രസ്സെല്ലാം ഇട്ട് ഞാൻ പള്ളിക്കെല്ലാം പോയിട്ട് വന്ന്. പിന്നെ നുഹാൻ്റെ ഇന്ന് 6ാമത്തെ ബർത്ത്ഡേ അൽഹംദുലില്ലാ. അങ്ങനെ ബർത്ത്ഡേൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ പള്ളിയിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ആളെല്ലാം വരാനായി. ജ്യൂസെല്ലാം റെഡിയാക്കി. പിന്നെ അപ്പമെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം പാത്രത്തിലെല്ലാം ഇട്ടിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് എല്ലാം വെച്ച്. എന്നിട്ട് എല്ലാവരും കുടിച്ച്. പിന്നെ നമുക്ക് ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിന്. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ. അങ്ങനെ പിന്നെ പെരുന്നാൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുത്തന്നല്ലേ മെയിൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഞാൻ എൻ്റെ ചാച്ചാൻ്റെ അവിടെ പോയിട്ടുണ്ടായിന്. അങ്ങനെ ചാച്ചാൻ്റെ അവിടെ പോയിട്ട് നമുക്ക് അവിടെ അങ്ങനെ പെരുന്നാളിൻ്റെ അപ്പം കുറേ ഉണ്ടായിന്. പിന്നെ ബാട്ടത്തിൽ പൊരിയുണ്ട, കട്ലാച്ച് അങ്ങനെയെല്ലാം ഉണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് രാത്രി ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ബീഫ് കറിയും പത്തലും ഉണ്ടായത്. അങ്ങനെ രാവിലെ നല്ല പാൽ ചായയും ബീഫ് കറിയും പത്തലും എല്ലാം തിന്നിട്ടായിട്ട് ഞമ്മ പിന്നെ ഉച്ചക്കത്തുള്ള ചോറിൻ്റെ പരിപാടി തുടങ്ങി. അപ്പോൾ ഇന്ന് എന്തായെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാൻ വിചാരിച്ച്. എത്ര ബിരിയാണിയും പിന്നെ നെയ്ച്ചോറ്, മന്തി ഇതെല്ലാം തിന്നുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് കഞ്ഞിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അടുപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ കഞ്ഞിയെല്ലാം റെഡി ആകുന്നുണ്ട്. പിന്നെ നല്ലൊരു കക്കിരീൻ്റെ ഒരു ചമ്മന്തി റെഡിയാക്കാനുണ്ട്. അങ്ങനെ അത് റെഡിയാകുന്നുണ്ട്. പിന്നെ ക്യാബേജ് വറവുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ക്യാബേജ് അടുപ്പിൽ വേകുന്നുണ്ട്. നല്ല അടിപൊളി ക്യാബേജാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ അതുണ്ടായിന്. പിന്നെ ഈ കക്കിരീൻ്റെ ചമ്മന്തി ആക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ, പച്ചമുളക് അതെല്ലാം ക്രഷ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തൈരും ഇത് കക്കിരിയെല്ലാം ഇട്ടിട്ട് നമുക്കൊരു ചമ്മന്തി റെഡിയായി. അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകും മുളകും താളിച്ചിട്ട് അങ്ങനെ നമ്മളെ കക്കിരി ചമ്മന്തി റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ആരും ഒന്ന് ട്രൈ ആക്കാതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. പിന്നെ മോരുണ്ടായിന്, ഐസ് മോര്. അങ്ങനെ അതും റെഡിയായി. നല്ല തണുത്ത ഐസ് മോര് എന്ത് മജയുണ്ടറിയ കുടിക്കാൻ. ഈ ചൂടിന് പറ്റിയ സാധനം. എല്ലാം റെഡിയായി. നമ്മളെ കഞ്ഞി റെഡിയായി, ചമ്മന്തി റെഡിയായി, മോര് റെഡിയായി, പപ്പടം കാച്ചിയതുണ്ടായി, അച്ചാറുണ്ടായിന്, പിന്നെ ക്യാബേജ് വറവ് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഉച്ചക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് വെച്ച് ഗൈസ്.
എന്നിട്ട് എല്ലാവരും ഓരോന്ന് ഐസ്ക്രീം മധുരം കഴിക്കണ്ടേ ചോറ് കഴിച്ചിട്ടായിട്ട് എല്ലാവരും ഓരോന്ന് ഐസ്ക്രീമെല്ലാം തിന്ന് ഗൈസ്. എന്നിട്ട് നേരെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പെരക്ക് പോയി ഗൈസ്. അപ്പോൾ പെരുന്നാൾക്ക് ഉമ്മാൻ്റെ പെരക്കും പോകണ്ടേ, അപ്പോൾ പിന്നെ എൻ്റെ ലീവിലല്ലേ. പിന്നെ ഇനി സ്കൂളും മദ്രസയിലും സ്കൂൾ എടുക്കുന്നുണ്ട്, പക്ഷെ മദ്രസ തുറക്കാനായി. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും അവിടെ ഒന്നും പോകാൻ പറ്റൂല. അങ്ങനെ എൻ്റെ ചാച്ചാന്ന് എൻ്റെ അവിടെ കൊണ്ടാക്കിയത്, എൻ്റെ ഉമ്മാൻ്റെ അവിടെ. ഞാനും പിള്ളേരെല്ലാം ബൈക്കിൽ അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു. Thank you. Goodbye.